സ്വയം സഞ്ചരിക്കുന്ന റോബോട്ടിക് വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിനായിട്ടുള്ള ശ്രമത്തിൽ നിർണായക മുന്നേറ്റവുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. ചന്ദ്രനിലും ചൊവ്വയിലും ഇനി മനുഷ്യരുടെ ഇടപെടൽ കുറയും. അതിന് സഹായിക്കുന്ന റോബോട്ടിക് വാഹനങ്ങൾ വികസിപ്പിക്കുകയാണ് നാസ. ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറി വികസിപ്പിച്ച എക്സ്പ്ലോറേഷൻ റോവർ ഫോർ നാവിഗേറ്റിംഗ് എക്സ്ട്രീം സ്ലോപ്ഡ് ടെറൈൻ എന്ന പുതിയ റോവർ പ്രോട്ടോടൈപ്പാണ് പരീക്ഷണം നടത്തിയത്. കാലിഫോർണിയയിലെ തെക്കൻ മരുഭൂമിയിലായിരുന്നു പരീക്ഷണം. ചന്ദ്രന്റെയും ചൊവ്വയുടെയും കുത്തനെയുള്ള ചരിവുകൾ, പാറക്കെട്ടുകൾ, കുഴികൾ, മണൽ പ്രദേശങ്ങൾ എന്നിവയിലൂടെ സുരക്ഷിതമായി ഇവയ്ക്ക് സഞ്ചരിക്കാം. AI സഹായത്തോടെ തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാനോ അതിജീവിക്കാനോ റോവറിന് കഴിയും. ബഹിരാകാശ ദൗത്യങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും പൂർത്തിയാക്കാനാകുമെന്നാണ് നാസ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. 7 ദിവസങ്ങളായി 26 കിലോമീറ്റർ ദൂരം ഏണസ്റ്റ് പിന്നിട്ടു. 37 മണിക്കൂറിലേറെ ഡ്രൈവിംഗ് സമയം എടുത്തെങ്കിലും ദൗത്യത്തിൽ മനുഷ്യരുടെ ഇടപെടൽ വളരെ കുറവായിരുന്നു. 2022 ഏണസ്റ്റിന്റെ വികസനം തുടങ്ങിയത്. നിലവിൽ ചൊവ്വയിൽ പ്രവർത്തിക്കുന്ന പെർസിവിയറൻസ്, ഓപ്പർച്യൂണിറ്റി തുടങ്ങിയ റോവറുകൾ 6 ചക്രങ്ങളുള്ള റോക്കർ ബോഗി സംവിധാനത്തിലുള്ളതാണ്. ഏണസ്റ്റിന് 4 ചക്രങ്ങളും സജീവ സസ്പെൻഷൻ സംവിധാനവുമുണ്ട്. ഓരോ ചക്രവും സ്വതന്ത്രമായി നിയന്ത്രിക്കാനാകും. മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും നീങ്ങാം. വലിയ പാറകളും തടസ്സങ്ങളും മറികടക്കാനുള്ള കഴിവും ഇതിനുണ്ട്. ഏകദേശം 1.2 മീറ്റർ നീളമുള്ള ഏണസ്റ്റിന് മണിക്കൂറിൽ 1 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാം. രാത്രിയിലും കുറഞ്ഞ വെളിച്ചത്തിലും നടത്തിയ പരീക്ഷണങ്ങളിലും മികച്ച പ്രകടനമായിരുന്നു. കൂടുതൽ വേഗത്തിലും ദീർഘദൂരത്തിലും സഞ്ചരിക്കാൻ കഴിയുന്ന ചന്ദ്ര, ചൊവ്വ റോവറുകളുടെ വികസനത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.